ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 2 മാർച്ച് 2026, ഈ വർഷത്തെ 61-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 15-ാമത്തെ ദിവസം, ഈ മാസത്തിലെ 2-ാമത്തെ ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം: ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ എന്ത് ചെയ്യണം? ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ നാം എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം എന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം: ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്ത് കൊണ്ടതിനാൽ കാണാതെയായി എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ആദാം മുതൽ ജലപ്രളയം വരെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന തലമുറകളുടെ ശുഷ്കമായ ഒരു വംശാവലിയാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നത്. ഒട്ടേറെ പേരുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഈ അധ്യായം മുഴുവനും വായിക്കുവാൻ സാധാരണ നിലയിൽ ആരും തുനിയുകയില്ല. എന്നാൽ ആരെങ്കിലും അത് ക്ഷമയോടുകൂടി വായിക്കുന്ന പക്ഷം 24-ാം വാക്യം തീർച്ചയായും അയാളുടെ ശ്രദ്ധയെ ആകർഷിക്കും. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നാണ് ഈ ഭാഗത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ തൊഴിൽ എന്തായിരുന്നുവെന്നോ, അവൻ്റെ ജീവിത രീതി എങ്ങനെയായിരുന്നുവെന്നോ, അവൻ ഏതെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം മാത്രം വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുള്ളൂ: അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്ന്. ഹാനോക്കിനെ പറ്റി ജനങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുവാൻ കാരണം എന്തെന്നും നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഒരു ക്രിസ്തീയ ജീവിതം അദൃശ്യനായ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മയിൽ വളരുന്നതത്രേ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഇഹലോകത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നാം വളരുന്നുവെങ്കിൽ പരലോകത്തിൽ അത് ഏറ്റവും ദൃഢമായി എന്നേക്കും അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. നിത്യജീവനെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഉപദേശത്തിൽ ഈ കൂട്ടായ്മയുടെ അനുഭവം അന്തർഭവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു: സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യ ജീവനാകുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നാം എല്ലാവരും ദൈവവുമായുള്ള കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചവരായിരിക്കാം. എന്നാൽ പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അതിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്ന് ക്രൂശിന്മേൽ മരിച്ചത് എന്ന് നമുക്ക് എവർക്കും അറിയാം. ആ വീണ്ടെടുപ്പ് നാം അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നാം പ്രവേശിച്ചിരിക്കുന്നു. ആരാധനയിൽ നാം പ്രസ്തുത കൂട്ടായ്മയെ പുതുക്കുന്നു. ദിനംതോറും പ്രാർത്ഥനയാലും തിരുവചന ധ്യാനത്താലും മറ്റ് കൃപാ വഴികളാലും നാം ഈ ബന്ധത്തെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുകയും നമ്മുടെ കൃത്യങ്ങളെല്ലാം കർത്താവിന് വേണ്ടി നിർവഹിക്കുവാൻ അഭ്യസിക്കുകയും ചെയ്യുന്നത് മൂലമാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ സാധ്യമാകുന്നത്. ദൈവവുമായുള്ള ഹാനോക്കിന്റെ ബന്ധത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഒന്നാമത്തേത്, ജീവിതത്തിലെ വിവിധ അനുഭവങ്ങളിൽ കൂടി ദൈവത്തോടുകൂടെ അവൻ്റെ കൂട്ടായ്മ ദൃഢപ്പെട്ടു വന്നു എന്നാണ്. ആദ്യം 65 വർഷം അവൻ ലോകത്തിൽ ജീവിച്ചു. ആ കാലത്തെ അവൻ്റെ ജീവിതത്തെ പറ്റി പ്രത്യേകമായി ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ അവന് ഒരു മകൻ ജനിച്ചു. പിതാവായി തീർന്നതിൻ്റെ ശേഷമാണ് അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രതുത്വത്തിൻ്റെ അനുഭവത്തിൽ കൂടി സ്വർഗസ്ഥ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, ദീർഘക്ഷമ, മഹാദയ, ഇതെല്ലാം കുടുംബത്തിലെ പ്രതിപുത്ര ബന്ധത്തിൽ നിന്ന് പൂർവാധികം ആഴമായി ഗ്രഹിക്കുവാൻ അവന് കഴിഞ്ഞുവെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. അടുത്തത്, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നത്. ജലപ്രളയത്തിന് മുമ്പുള്ള കാലം ദുഷ്ടത നിറഞ്ഞതായിരുന്നു എന്ന് അടുത്ത അധ്യായത്തിൽ നാം വായിക്കുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിച്ച നന്മയുടെ പ്രകാശം പരത്തുവാൻ കഴിഞ്ഞിട്ടുള്ള പലരെക്കുറിച്ചും
വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരു ദൃഷ്ടാന്തം ഉദ്ധരിക്കട്ടെ. ബാബേൽ സംസ്ഥാനത്ത് പ്രവാസികളായി താമസിക്കേണ്ടി വന്ന യഹൂദന്മാരിൽ ദാനിയേൽ, ഹനന്യാവേ, മീശായേൽ, അസര്യാവേ എന്നിവരെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. ദൈവത്തോടുകൂടി ജീവിച്ചതിനാലാണ് അവർക്കും ബാബേൽ സംസ്ഥാനത്ത് ശോഭിക്കുവാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവർ പ്രാർത്ഥന നിരതരായി ജീവിച്ചതിനാൽ അവർക്ക് ഈ അനുഗ്രഹം ഉണ്ടായി എന്നും നമുക്ക് ഏവർക്കും അറിയാം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, സാധാരണ ജീവിതത്തിലാണ് അവൻ ദൈവത്തോടു കൂടെ നടന്നത്. അതായത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നത്. തനിക്ക് ഒരു മകൻ ജനിച്ചതിന് ശേഷം ഹാനോക്ക് സാധാരണ ജീവിതം ഉപേക്ഷിച്ചിട്ട് സന്യാസി വ്രതം സ്വീകരിച്ച് ലോകം വിട്ടു പോയില്ല. 300 സംവത്സരം അവൻ ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ദിനംതോറും അവൻ തൻ്റെ കുരിശെടുത്തുകൊണ്ട് ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിന് ലോകകാര്യങ്ങളിൽ നിന്നും കുടുംബ സംബന്ധമായ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നുള്ളത് ഭക്തിയെപ്പറ്റി ചില ആളുകൾ പുലർത്തിപ്പോരുന്ന തെറ്റായ ആദർശമാണ്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഭൗമിക കാര്യങ്ങളെല്ലാം ചുമതലകളെയും നിസ്സാരമാക്കാതെ അവയെ വിശുദ്ധീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ ആദർശമെന്നത്രേ ഇവിടെ എടുത്തു പറയുന്നത്. നാം ഇവിടെ ഹാനോക്കിന്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവൻ ഏതാണ്ട് 365 വർഷങ്ങൾ ജീവിച്ചതിന് ശേഷമാണ് അവനെ കാണാതെ ആയത്. അതായത് അവൻ ദൈവത്തോടു കൂടെ നടന്നതിനാൽ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ജനം വിശ്വസിച്ചു. ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ എന്താണ് നാം ചെയ്യേണ്ടത്? ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ വേണ്ടി നാം ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. സൽപ്രവൃത്തികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും ശുദ്ധഹൃദയമുള്ളതായിരിക്കണം. നമ്മളുടെ ആ വിശ്വാസം അനുസരിച്ച് നമ്മുടെ പ്രവൃത്തി ഉണ്ടായെങ്കിൽ മാത്രമേ അത് നമുക്ക് അനുഗ്രഹമാക്കുകയുള്ളൂ എന്ന് പത്രോസ്ലിഹായും പൗലോസ്ലിഹായും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഭാഷ എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞു എന്നെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ഫലം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. സ്നേഹം ഉള്ളിടത്ത് മാത്രമേ സന്തോഷമുണ്ടാകുകയുള്ളൂ. സ്നേഹവും സന്തോഷവും ഉണ്ടാകുന്നിടത്ത് മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ. സ്നേഹവും സന്തോഷവും സമാധാനവും ഉള്ളിടത്ത് മാത്രമേ ദീർഘക്ഷമയും പരോപകാരവും ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്ക് എവർക്കും അറിയാം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ആ 9 കാര്യങ്ങൾ നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാകുന്നത് ആ ഇന്ദ്രിയ ജയത്തോടു കൂടിയാണ് എന്ന് നമുക്കറിയാം. അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ 9 കാര്യങ്ങൾ, അതായത് ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകുകയെങ്കിൽ മാത്രമേ നമ്മൾ ദൈവവേദലായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, നാം ഇടപെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മൾ അവൻ്റെ തൃപ്പാദത്തിൽ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യണം. ഈ നോമ്പിൻ്റെ ഈ 15ാമത്തെ ദിവസമായി ഇന്ന് അതിനൊരു കാരണമായി തീരട്ടെ. ഇന്നേവരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനി നാം എങ്ങനെ ജീവിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം ഈ നോമ്പിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.